അമീറുള്ളിൻ്റെ ഉള്ളിലെന്ത് എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത്. ശ്രീ സാജു പോൾ, ഇവിടെ അമീറുൽ ഇസ്ലാം കഴിഞ്ഞ 1-2 ദിവസങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വെളിപ്പെടുത്തൽ പ്രോസിക്യൂഷൻ വാദത്തെ ദുർബലമാക്കുമോ, കുറ്റപത്രത്തെ ദുർബലമാക്കുമോ? അത്തരമൊരു ആശങ്കയ്ക്ക് വകയുണ്ടോ? എന്തായാലും സമീപകാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ജിഷയുടെ കൊലപാതകവുമായി അതിൻ്റെ ഒരു അടുത്ത ഘട്ടം പ്രതിയെ കണ്ടെത്തുകയും കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ അതിൽ എനിക്ക് തോന്നിയ ഒരു അഭിപ്രായം, ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഊഹാപോഹങ്ങൾ, ആർക്കും ചിന്തിക്കാൻ പോലും കഴിയാത്ത പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇവിടെ പല ആളുകളെ വ്യക്തിപരമായി എന്നെ അടക്കം ബാധിക്കുന്ന വിധത്തിൽ വളരെയേറെ വിവാദങ്ങൾ ഉയർന്നു വന്നു. പക്ഷേ അതിൻ്റെയൊക്കെ നിജസ്ഥിതി എന്താണെന്നുള്ളത് ജനങ്ങൾ ഇതിനകം തന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ഏതായാലും നമ്മുടെ അനുഭവത്തിൽ ഇപ്പോൾ പിടികൂടപ്പെടുന്ന പ്രതികൾ, തെളിവുകൾ ഇതെല്ലാം വിശദീകരിച്ചുകൊണ്ട് അതാത് സമയത്ത് തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ മാധ്യമങ്ങളോട് സംസാരിക്കാറുണ്ട്. പക്ഷേ ഇവിടെ സമഗ്രവും സർവതല സ്പർശിയുമായ ഒരു വിവരണം ജിഷയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ആധികാരികമായി ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നൽകിയത് ആലുവ റൂറൽ SP ശ്രീ ഉണ്ണിരാജയാണ്. അടുത്ത കാലത്തൊന്നും ഒരു പോലീസ് ഉദ്യോഗസ്ഥനിൽ നിന്ന് ഉണ്ടാകാത്ത തരത്തിൽ ഏറ്റവും ആധികാരികമായി അദ്ദേഹം ഈ കേസിൻ്റെ എല്ലാ വിവരങ്ങളും മാധ്യമപ്രവർത്തകർ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടികൾ നൽകിയിട്ടുണ്ട്. എങ്ങനെയാണ് ഇപ്പോൾ ഈ പ്രതിയിലേക്ക് എത്തിയതെന്നും അതിനാധാരമായ തെളിവുകൾ എന്തൊക്കെയാണെന്നും അക്കമിട്ട് നിരത്തിക്കൊണ്ട് അദ്ദേഹം ആ പത്രസമ്മേളനത്തിൽ വിശദീകരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കുറ്റാരോപിതനായ ഒരു പ്രതി പറയുന്ന കാര്യമാണോ, അതോ ഏറ്റവും സാഹസികമായി ഈ കേസ് അന്വേഷിച്ച് അതിൻ്റെ തെളിവുകൾ ശേഖരിച്ച് പ്രതിയെ കണ്ടെത്തി നിയമത്തിന് മുൻപിൽ കൊണ്ടുവന്നിട്ടുള്ള ഉദ്യോഗസ്ഥൻ പറയുന്നതാണോ വിശ്വസിക്കേണ്ടത് എന്നുള്ളത് ജനങ്ങൾ ചർച്ച ചെയ്യട്ടെ. ശരി, ഞാൻ ഇടപെടുകയാണ്. ഒരുപാട് അതിഥികളിലോട്ട് ഞാൻ ഇടപെടുന്നതിൽ അലോസരം തോന്നരുത്. ഇവിടെ പ്രധാനപ്പെട്ടൊരു കാര്യം, തെറ്റിദ്ധാരണയ്ക്ക് ഇടവരരുത്. പ്രതിഭാഗത്തിന് ശക്തമായ വാദഗതികൾ നൽകാനുള്ളൊരു ചർച്ചയല്ല ഈ ചർച്ചയുടെ ഉദ്ദേശം. നമുക്ക് പ്രോസിക്യൂഷൻ്റെ വിശദീകരണം എത്രമാത്രം തൃപ്തികരമാണ്, കൂടുതൽ വിവരങ്ങൾ കണ്ടെത്തേണ്ടതുണ്ടോ, കൂടുതൽ പഴുതുകൾ അടയ്ക്കേണ്ടതുണ്ടോ എന്ന സതുദ്ദേശമാണ് ഈ ചർച്ചയുടെ പ്രേരക ഘടകം. അതുകൊണ്ട് ദയവീത് ആരും അത് തെറ്റിദ്ധരിക്കരുത്. അഡ്വക്കേറ്റ് CP ഉദയഭാനു, ഈ SP ഉണ്ണിരാജ പഴുതടച്ചുള്ള വിശദീകരണമൊന്നുമല്ല ശ്രീ സാജു പോൾ പറയുന്നത് പോലെ അന്ന് നൽകിയിട്ടുള്ളത്. അതിലേക്ക് വരാം. അതിനു മുൻപ് ഇന്നത്തെ സംഭവം, അനാറുൾ ആണ് ഘാതകൻ എന്ന് അമീറുൾ പറയുന്നു. 2 പോരായ്മകൾ പ്രോസിക്യൂഷൻ ഭാഗത്തുണ്ട്, അന്വേഷണ ഏജൻസിയുടെ ഭാഗത്തുണ്ട്. ഒന്ന്, അനാറുളിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന യാഥാർത്ഥ്യം. അനാറുൾ ഉണ്ട് എന്ന് സമ്മതിക്കുന്നു, കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ അവ്യക്തത നിലനിർത്തുന്നു. അതൊരു പോരായ്മയല്ലേ? 2, അമീർ തന്നെയാണ് ഘാതകൻ എന്ന് SP ഉണ്ണിരാജൻ ഉറപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ 2 തരത്തിലുള്ള മൊഴികളാണ്. ഒരേ രൂപത്തിലുള്ള 2 മൊഴികൾ, പോലീസിന് കൊടുത്തതും രഹസ്യമൊഴിയും. ഈ 2ലും അമീറുൾ പറയുന്നില്ലത്രേ അനാറുളാണ് ചെയ്തത് എന്ന്. അപ്പോൾ ഈ പ്രതിയുടെ ബന്ധുവിൻ്റെ ഒരു മൊഴിയുടെ പിൻബലമാണ് അതിൽ ചൂണ്ടിക്കാട്ടാൻ ഉള്ളത്. ഞാൻ സംശയിക്കുന്നു, സതുദ്ദേശത്തോടെ സംശയിക്കുന്നു അഡ്വക്കേറ്റ് CP ഉദയഭാനു, ഇന്ന് ഈ ബദറുളിൻ്റെ മൊഴി പുറത്തു വന്നത് യാദൃച്ഛികമല്ല. പ്രോസിക്യൂഷൻ്റെയും അന്വേഷണ ഏജൻസിയുടെയും ദൗർബല്യം പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായി അവരുടെ വാദത്തിന് പിൻബലം കിട്ടുന്നതിന് ഒരു തെളിവ് മൂല്യം പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ആർജിക്കുന്നതിന് വേണ്ടി ഇത് പുറത്തു വന്നതാകാമെന്ന് അങ്ങയുടെ മറുപടി? ശ്രീ വേണു, ഇത് എത്രമാത്രം സതുദ്ദേശപരമാണ് ഇന്നത്തെ ചർച്ചയിൽ ശ്രീ വേണു ഉന്നയിക്കുന്ന കാര്യങ്ങൾ, ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ എന്ന് നമ്മൾ പറഞ്ഞാൽ തന്നെയും പ്രതിക്ക് ചൂടും ചൂരും പകരുന്ന ചർച്ചകളാണ് നാം ഈ ചർച്ചയുടെ അന്തിമ ഫലം എന്ന് നാം മനസ്സിലാക്കണം. ഇവിടെ നാം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിലൂടെ അതിൻ്റെ ബെനിഫിഷ്യറി, അതിൻ്റെ ഗുണഭോക്താവ് എന്ന് പറയുന്ന പ്രതിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർ മാത്രമായിരിക്കുമെന്ന ഒരു അടിസ്ഥാന ധാരണയിൽ നിന്ന് വേണം നാം ഇതിലേക്ക് പോകേണ്ടത് എന്നാണ് എൻ്റെ പ്രഥമഘട്ടത്തിലുള്ള അഭിപ്രായം. ഇനി ശ്രീ വേണു ചോദിച്ച വിഷയത്തിലേക്ക് വരുമ്പോൾ, ഇവിടെ പ്രോസിക്യൂഷന് ഒരു വ്യക്തമായൊരു കേസുണ്ടോ?
വ്യക്തമായൊരു അടിത്തറയുണ്ട്. ഇന്ന ധാരണകളിലൂടെ ഇന്ന വസ്തുതകളിലൂടെയാണ് ഞങ്ങൾ കേസ് തെളിയിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള തെളിവുകളെല്ലാം ഞങ്ങൾ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അതിന് ഉപോത്ബലകങ്ങളായ തെളിവുകൾ എല്ലാം തന്നെ സഹായകമായ രീതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് എന്ന് പ്രോസിക്യൂഷന് ആത്മവിശ്വാസം പകരത്തക്ക രീതിയിൽ കരുത്തു നൽകുന്ന ഒരു കുറ്റപത്രമാണ് എങ്കിൽ വ്യത്യസ്തങ്ങളായി വന്നിട്ടുള്ള ഒട്ടനവധി സാഹചര്യങ്ങൾ, ഒട്ടനവധി തിയറികൾ, ആ തിയറികളെല്ലാം ഒന്ന് പരിശോധിച്ചാൽ മാത്രം മതി അന്വേഷണ സംഘത്തിന്. അതല്ലാതെ ഓരോരോ പോയിന്റും പ്രതിഭാഗം ഉന്നയിച്ചേക്കാവുന്ന സാഹചര്യങ്ങളെ സംബന്ധിച്ച് പൂർണ്ണമായും മറുപടി പറഞ്ഞിരിക്കണം എന്ന് നിർബന്ധം ചെലുത്തുന്നതിന് യാതൊരു കാര്യവുമില്ല. ഇപ്പോൾ അനാറിൻ്റെ കാര്യത്തെക്കുറിച്ച് ഈ വാർത്തകളിൽ കേട്ട അറിവേ എനിക്കുള്ളൂ. ഞാൻ ഈ കുറ്റപത്രം കണ്ടിട്ടില്ല. ഈ SP-യുടെ പത്രസമ്മേളനവും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ മനസ്സിലാക്കിയത് കഴിഞ്ഞ ദിവസം ഉള്ള ചർച്ചയിലും അതുപോലെ തന്നെ ഉണ്ടായിട്ടുള്ള മറ്റ് മാധ്യമ ചർച്ചകളിലും ഞാൻ മനസ്സിലാക്കിയത് അനാർ എന്നൊരു വ്യക്തി ഉണ്ട് എന്ന് ഇവിടെ സ്ഥാപിക്കുന്നു. അനാർ എന്നൊരു വ്യക്തി ഉണ്ട് എന്ന് സ്ഥാപിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഗുണഭോക്താവ് ആരാണ്? ഈ കേസിലെ പ്രതിയാണ്. അങ്ങനെ ആ പ്രതിക്ക് സഹായകമായ രീതിയിൽ പ്രതിയുടെ ഭാഗത്തു നിന്നും ഉയർന്നു വന്നിട്ടുള്ള മറ്റൊരാളിലേക്ക് തൻ്റെ ഉത്തരവാദിത്യം മാറ്റിവെച്ച് ഷിഫ്റ്റ് ചെയ്യാനുള്ള ഒരു ബാധ്യത പ്രതി പ്രകടിപ്പിക്കുമ്പോൾ ആ ആംഗിളിൽ അന്വേഷിച്ച് അത് മുഴുവൻ പഴുതടച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന സംശയമാണ് നമ്മൾ ഉന്നയിക്കുന്നത്. കേസ് ഡയറി നോക്കാതെ, കേസിൻ്റെ മുഴുവൻ വിവരങ്ങളും പരിശോധിക്കാതെ യാതൊരു തരത്തിലുള്ള മുൻവിധിയിലൂടെയും നമുക്ക് അങ്ങനെ എത്തുന്നതിൽ അടിസ്ഥാനപരമായി വ്യക്തമാണ്. ഞാൻ നടപടിയാണ് അഡ്വക്കേറ്റ് CP ഉദയഭാനു. ഈ കേസ് ഡയറി എന്തായാലും ആദ്യന്തം ബോധ്യമുള്ള ആളാണല്ലോ ഈ SP ഉണ്ണിരാജൻ. ശ്രീ സാജു പോൾ പറഞ്ഞതുപോലെ എല്ലാ കാര്യവും അദ്ദേഹം ഭംഗിയായി വിശദീകരിച്ചിട്ടുണ്ടല്ലോ. നമുക്ക് നോക്കാം അദ്ദേഹത്തിൻ്റെ പ്രതികരണം. ചാർജ് ഷീറ്റ് കൊടുത്ത ദിവസം എന്ന് വെച്ചാൽ സാജു പോൾ പറഞ്ഞ ആ പ്രത്യേക ദിവസം എല്ലാ മാധ്യമപ്രവർത്തകരുടെയും ചോദ്യങ്ങൾക്ക് പഴുതടച്ച് മറുപടി SP ഉണ്ണിരാജൻ നൽകിയ ദിവസം ഈ അനാറിനെ പറ്റി അദ്ദേഹം എന്താണ് പറഞ്ഞത് നമുക്ക് ആദ്യം കേൾക്കാം. അനാറെന്ന് പറഞ്ഞ ഒരാളെ ഈ നാട്ടിലില്ല. ഈ അനാറെന്ന് പറഞ്ഞൊരു സുഹൃത്ത് ഈ പറയുന്ന പ്രതിക്കില്ല. അതിനെപ്പറ്റിയും ഈ പോലീസ് എനിക്ക് തോന്നുന്നു ഈ പത്രക്കാരുടെ ഇതൊക്കെ നോക്കിയതിന് ശേഷം വല്ലാണ്ട് അന്വേഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അനാറെന്ന് പറഞ്ഞ ഒരാൾ ഈ പ്രദേശത്ത് താമസിച്ചിട്ടേയില്ല. ഇയാളുടെ കൂടെ താമസിച്ചിരുന്ന മറ്റ് 9 പേരെയും പോലീസ് കണ്ട് ചോദിച്ചു. അവർക്കാർക്കും ഇങ്ങനെ അനാറിന് പരിചയമേ ഇല്ല, അറിയില്ല. പോലീസ് ഞങ്ങൾക്ക് വേണ്ടിയിട്ടില്ല. ഇനി ഇന്ന് ഞങ്ങളുടെ പ്രതിനിധി രാഗിൻ ഉണ്ണിരാജനുമായി സംസാരിക്കുകയുണ്ടായി. ഈ അനാറിൻ്റെ കാര്യം അമീറുൾ എടുത്തിട്ടതോടുകൂടി ഈ കേസ് ദുർബലമാകുമോ എന്ന ആശങ്കയാണ് രാഗിൻ ചോദ്യരൂപേണ ഉന്നയിച്ചത്. രാഗിൻ്റെ ചോദ്യം, SP-യുടെ മറുപടി. കാരണം പൊതുജനങ്ങൾ ചോദിക്കുകയാണ് ഈ അനാറുൾ എന്ന് പറഞ്ഞൊരു കഥാപാത്രം. പോലീസ് ഇത് വ്യക്തമാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ആശയക്കുഴപ്പം തീർന്നു. അനാറുളിനെ കണ്ടെത്തി ഞങ്ങൾ ചോദ്യം ചെയ്തു. അത് ഉണ്ടെങ്കിൽ അത് തുറന്നു പറഞ്ഞാൽ അത് കുറേ കൂടി വ്യക്തമാവുകയല്ലേ? അതല്ലേ പറഞ്ഞ അനാറുളിൻ്റെ ഡീറ്റെയിൽസ്, അനാറുളിൻ്റെ ആ സമയത്തെ ഡീറ്റെയിൽസ് എല്ലാം പോലീസ് ആ സമയം പോയി കളക്ട് ചെയ്തു. ആ പറയുന്ന ജാനുവരി തൊട്ട് ഈ സംഭവം നടക്കുന്നതിൻ്റെ പിറ്റേ ദിവസം വരെ അനാറുൾ ഈ പറഞ്ഞ സ്ഥലത്തില്ല. അയാൾ ആസാമിലാണ്. ഈ കേസിന് ഒരു തരത്തിലും തിരിച്ചടിയാവില്ല. ഈ കേസിൽ യാതൊരു വിധത്തിലും തിരിച്ചടിയാവില്ല. ഈ പറഞ്ഞ ഈ അനാറുൾ താമസിച്ചിരുന്ന വീട്, ചായക്കടക്കാർ താമസിച്ചിരുന്ന സ്ഥലമാണ്. അവിടെ അനാറുൾ താമസിച്ചിട്ടില്ല. പ്രതി അമീർ താമസിക്കുന്നിടത്ത് മറ്റുള്ള 9 പേരുണ്ട്. ഈ അമീറിൻ്റെ കൂടെ അനാറുൾ താമസിച്ചിട്ടില്ല. ഈ പ്രതിൻ്റെ നാട്ടിലുള്ളൊരു സുഹൃത്താണ് ഈ പറയുന്ന അനാറുൾ. ഈ പറഞ്ഞ സംഭവത്തിൽ ആൾ ഉൾപ്പെട്ടിട്ടില്ല, സ്ഥലത്തുമില്ല. അഡ്വക്കേറ്റ് MC ആഷി, ഈ 2 പ്രതികരണവും കണ്ടു കാണുമല്ലോ. ഞാൻ 2 വാചകങ്ങളാണ് ചൂണ്ടിക്കാട്ടുന്നത്. ശ്രീ ഉണ്ണിരാജൻ ചാർജ് ഷീറ്റ് കൊടുക്കുന്ന ദിവസം പറയുന്നതിലെ ഒരു വാചകം, ഈ അനാർ എന്ന് പറയുന്ന സുഹൃത്ത് ഈ പ്രതിക്കില്ല. ഇന്ന് ഇതേ ഉണ്ണിരാജൻ പറയുന്നൊരു വാചകം, ഈ പ്രതിയുടെ നാട്ടിലെ സുഹൃത്താണ് അനാർ. ഈ ചർച്ചയിൽ ദുരുദ്ദേശം ആരോപിച്ചിട്ട് കാര്യമില്ല. ഈ ചുമതല മുഴുവൻ വഹിക്കുന്ന ഉദ്യോഗസ്ഥൻ 3 ദിവസത്തെ ഇടവേളയ്ക്കകം ഒരു വിവാദ വിഷയം ഉണ്ടാകുമ്പോൾ ആ കാര്യം വിശദീകരിച്ചതിൽ സംഭവിച്ചിരിക്കുന്ന പൊരുത്തക്കേടാണിത്. ഇത് ഈ കേസിൻ്റെ തുടർവഴികളെ ബാധിക്കുമോ ഇല്ലയോ? ഒരു പ്രതി ഒരു പ്രത്യേക സാഹചര്യത്തിൽ അന്വേഷണത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളും കഴിഞ്ഞതിന് ശേഷം കോടതിയിലെത്തിയതിന് ശേഷം ഈ ഞാനല്ല പ്രതി മറ്റൊരാളാണ് എന്ന് പറയുന്നതിന് വലിയ സംഗതിയൊന്നുമില്ല. പക്ഷേ പറയുന്ന കാര്യങ്ങൾ വേണമെങ്കിൽ തെളിവുകളില്ലാത്ത സാഹചര്യത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് ഇയാളെ മാപ്പുസാക്ഷിയാക്കുന്നതിന് വേണ്ടി ശുപാർശ ചെയ്യുകയോ അപ്രകാരം ചെയ്യുകയോ ചെയ്യുന്നൊരു നടപടിക്രമം ബാക്കിയുണ്ട്.
പക്ഷെ പ്രതി സ്വമേധയാ ഇത് ഉന്നയിക്കുകയും അന്വേഷണ സംഘം ഇത് അന്വേഷണ കാലഘട്ടത്തിൽ തന്നെ പരിശോധിച്ചതിന് ശേഷം അതിൻ്റെ എല്ലാ വസ്തുതയും തള്ളുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് പ്രതിക്ക് അനുകൂലമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. കേസ് ഡയറി പരിശോധിക്കുമ്പോൾ തന്നെ പ്രഥമ ദൃഷ്ട്യാ പ്രതിയുടെ ഈ ഉന്നയിച്ചിരിക്കുന്ന ആരോപണം ശരിയല്ല എന്ന് തെളിയുന്നതിനുള്ള സാഹചര്യങ്ങളുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും ഇതൊരു സാഹചര്യ തെളിവുകളെ അടിസ്ഥാനപ്പെടുത്തി ഞാൻ ചെറിയൊരു കാര്യത്തിന് വേണ്ടി ഇടപെടുകയാണ്. അമീറുള്ളിനെതിരെയുള്ള ഈ ബലാത്സംഗ കുറ്റം തെളിയിക്കപ്പെടുക തന്നെ ചെയ്യും. അത്രമാത്രം ശാസ്ത്രീയമായ തെളിവുകളുടെ പിൻബലമുണ്ട്. എല്ലാ പഴുതടച്ചുള്ള കുറ്റപത്രവുമാണ്. പക്ഷേ കൊലപാതകമടക്കമുള്ള കാര്യങ്ങൾ ചെയ്തോ മൂന്നാമതൊരാൾ അവിടെ ഉണ്ടായിരുന്നോ എന്ന ഇനിയും പൂർണ്ണമായും തീർപ്പാക്കാൻ കഴിയാത്ത ഒരു ദൗർബല്യം അന്വേഷണ ഏജൻസിക്കുണ്ടോ ഇല്ലയോ എന്നതാണ് ചോദ്യം. അല്ല, അത് തന്നെ ഞാൻ പറയുന്നത്. മൂന്നാമതൊരാൾ അവിടെ ഉണ്ടായിരുന്നു എങ്കിൽ അവിടെ അതിനാവശ്യമായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാവണം. ആ സാഹചര്യത്തിൽ പരിശോധിക്കപ്പെട്ട സാഹചര്യത്തിലും അതിൻ്റെ ഭാഗമായി പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടുള്ള കേസ് ഡയറിയിലും ഇത് സംബന്ധിച്ച എന്തെങ്കിലും പരാമർശങ്ങളുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും പ്രതി പറയുന്ന ആരോപണത്തെ ശക്തിപ്പെടുത്തുന്നതാണ്. ഞാനൊരു രണ്ട് കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടാം. ഇവിടെ ഈ ആഷി, രണ്ട് കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടാം, എന്നിട്ട് അങ്ങേക്ക് തുടരുകയും ചെയ്യാം. ഒന്നൊരു വിരലടയാളത്തിൻ്റെ കാര്യമാണ്. നാം ഈ ദിവസങ്ങളിലെല്ലാം കേട്ടിട്ടുള്ളതാണത്. ഉണ്ണിരാജ പറഞ്ഞത് അത് പഴയതാണ്, മുൻപ് ആരെങ്കിലും വന്നപ്പോൾ ഉണ്ടായതാകാം, അല്ലാതെ ഒരു മൂന്നാമത്തെ ആൾ ഈ സംഭവം നടക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവല്ല എന്ന്. പക്ഷേ ഈ ഹോർലിക്സ് കുപ്പിയിൽ കാണുന്ന ഈ രണ്ട് വിരലടയാളം അതിപ്പോഴും മാച്ച് ചെയ്യപ്പെടാതെ അങ്ങനെ തന്നെ കിടക്കുകയാണ്. ഒരു കാര്യം കൂടി, 13 രോമമാണ് ഈ സീനിൽ നിന്ന് ജിഷയുടെ ഇതായി 13 രോമമാണ് സീനിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. 12 രോമം ജിഷയുടേതാണെന്ന് ഏജൻസി കണ്ടെത്തിയിട്ടുണ്ട്. ഒരു രോമം ആരുടേതാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുമില്ല. ആ രോമത്തിനും അങ്ങനെ ദീർഘകാലത്തെ പഴക്കമുണ്ട് എന്നെന്തായാലും ഉണ്ണിരാജൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടോ ഇല്ലയോ, ഗൗരവതരമാണോ ഇത്? അല്ല, അത് ഗൗരവതരം തന്നെയാണ്. അതാ ഞാൻ പറഞ്ഞു വരുന്നത് അതാണ്. ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇത് പ്രതിക്ക് അനുകൂലമായിട്ടുള്ളൊരു വാദം നിരത്തുകയാണ് എന്ന് ഇത് കേൾക്കുന്നവർ ഒരുപക്ഷെ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ അതങ്ങനെയല്ല അതിനെ സമീപിക്കേണ്ടത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം കുറ്റപത്രത്തിലെ പഴുതുകളാണ് എന്നും പ്രതികൾക്ക് അനുകൂലമായിട്ടുള്ളത്. ഒരു നല്ല ഡിഫൻസ് ലോയർ വന്നു കഴിഞ്ഞാൽ, ഒരു പ്രതിഭാഗം അഭിഭാഷകൻ മിടുക്കനാണെങ്കിൽ അദ്ദേഹത്തിന് ഈ കുറ്റപത്രത്തിൽ എന്തൊക്കെ പഴുതുകളുണ്ട് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി വളരെ എളുപ്പം കഴിയുകയും ചെയ്യും. ഇതിൽ തന്നെ ഇപ്പം ഈ സംഭവം നടന്ന വീട് യഥാവിധി മറ്റുള്ളവർ കടന്നു കയറാത്ത വിധം ഗാർഡ് ചെയ്യുന്നതിന് പോലീസിന് വീഴ്ച വന്നിട്ടുണ്ട് എന്നുള്ളൊരു ആരോപണം ഉണ്ടായിരുന്നു. അപ്പോൾ മറ്റ് പലരും ഇവിടെ വരികയും പലരുടെയും സാന്നിധ്യം ഇവിടെ ഉണ്ടാവുകയും ചെയ്തു എന്ന് നമുക്ക് സമ്മതിക്കേണ്ടി വരികയാണ്. കൂട്ടത്തിൽ ഈ പറയുന്ന വിരലടയാളവും ഈ പറയുന്ന മുടിയും ഒക്കെ തന്നെ ഈ സാഹചര്യത്തെ ബലപ്പെടുത്തുന്ന തെളിവുകളായിട്ട് വരികയാണ്. അത് വന്നാൽ ആ സാഹചര്യം സംബന്ധിച്ച് കൃത്യമായ വിശദീകരണം പ്രോസിക്യൂഷന് കോടതിയിൽ നൽകാൻ കഴിയാത്തൊരു സാഹചര്യം കൂടെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ പ്രതി പറയുന്നതിന് കൂടുതൽ ബലം നൽകുകയും മറ്റൊരാൾ ചെയ്ത കുറ്റകൃത്യം ഈ പ്രതിയുടെ തലയിൽ കെട്ടിവെക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നു എന്നുള്ള ആരോപണത്തിലേക്ക് പ്രതിഭാഗം പോകാനിടയുണ്ട്. പ്രതിയെ സംബന്ധിച്ചിടത്തോളം ഇത് ബലാത്സംഗവും കൊലപാതകവും നടന്ന ഒരു കേസാണ് എന്നുള്ളതുകൊണ്ട് വേണമെങ്കിൽ മരണശിക്ഷ തന്നെ വിധിക്കാവുന്ന ഒരു കുറ്റകൃത്യം അയാൾ ചെയ്തിരിക്കുകയാണ്. അയാളെ സംബന്ധിച്ചിടത്തോളം അതിൽ കുറഞ്ഞത് എന്ത് കിട്ടിയാലും അയാൾക്ക് ലാഭമാണ്. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ തെറ്റിദ്ധരിക്കുന്നതിന് വേണ്ടിയിട്ടും തെറ്റിദ്ധരിക്കുന്നതിന് വേണ്ടിയിട്ടും ഞാൻ താങ്കളേക്ക് തിരികെ എത്താം. ശ്രീ ജോസഫ് വാഴക്കൻ, ശരി, ശ്രീ ജോസഫ് വാഴക്കൻ, ഇറങ്ങിപ്പോകുന്നത് കണ്ട സാക്ഷിമൊഴിയുണ്ട്. ചെരുപ്പിൽ നിന്ന് കിട്ടിയ ജിഷയുടെ DNA ഉണ്ട്, കത്തിയിൽ നിന്ന് കിട്ടിയ DNA ഉണ്ട്, നഖത്തിൽ നിന്ന് കിട്ടിയതുണ്ട്, വാതിലിൻ്റെ കൊളുത്തിൽ നിന്ന് കിട്ടിയതുണ്ട്. അപ്പോൾ ശക്തമാണ് ഈ അമീറുളിനെതിരെയുള്ള ശാസ്ത്രീയമായ തെളിവുകളുടെ പിൻബലം. അതുകൊണ്ട് ഈ അനാറുൾ എന്നൊരൊറ്റ കാര്യത്തിൽ ചുറ്റിത്തിരിഞ്ഞ് ഈ കേസ് ദുർബലമാകുമെന്ന് സന്ദേഹിക്കേണ്ടതുണ്ടോ? ഈ കേസിനെ സംബന്ധിച്ച് നമുക്കതിൻ്റെ കേസ് ഡയറി വായിക്കുകയോ കുറ്റപത്രം തന്നെ ഫുള്ളായിട്ട് വായിക്കുകയോ അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കാണുകയോ ഒന്നും ചെയ്തിട്ടുള്ളവരല്ല. നമുക്കൊക്കെ മാധ്യമങ്ങൾ വഴിയായിട്ടും പിന്നെ ഞാൻ എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ അടുത്ത് നടന്നുള്ള സംഭവം എന്നുള്ള നിലയിൽ അവിടെ നാട്ടുകാർ പറയുന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചാൽ നമുക്ക് കുറേ കാര്യങ്ങൾ അറിയത്തുള്ളൂ. പക്ഷേ ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്നത്